Coming to the actions of glucocorticoids on the stomach, it enhances the gastric acid and peptic secretion. അപ്പോൾ ഗ്യാസ്ട്രിക് ആസിഡും പെപ്സിനും ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ പെപ്റ്റിക് അൾസർ ഉള്ള ഒരാളാണെങ്കിൽ എന്ത് പറ്റും, അതൊന്നുകൂടെ വേഴ്സൺ ആവും അല്ലേ. സോ ഇറ്റ് വേഴ്സൺസ് ദ പെപ്റ്റിക് അൾസർ. In the lymphoid tissue and the blood cells, it increases the RBC count, platelet and neutrophils. However, it decreases lymphocytes, eosinophils and basophils. ഒന്നുകൂടെ പറയാം, it increases RBC, platelet and neutrophils. It decreases lymphocytes, eosinophils and basophils. Coming to the action of glucocorticoids on the inflammatory response. So it suppresses the development of inflammatory response to all types of stimuli. It inhibits early and late manifestations of inflammation. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷനെ ഇഫക്റ്റീവായിട്ട് തടയാൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് പറ്റും. അതുകൊണ്ട് എന്തായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷൻ, അനഫിലാക്റ്റിക് റിയാക്ഷൻ, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് നമ്മൾ പ്രൈം ലൈൻ മെഡിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യും ഇൻ ഓർഡർ ടു സപ്രസ് ദാറ്റ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. There is inhibition of late response like capillary proliferation, collagen deposition and scar formation, and also it delays the wound healing. So this is about the inflammatory response. Inflammatory response ne തടയുന്ന ഒരു മരുന്നാണ് glucocorticoids. It suppresses both the early as well as the late manifestations, and there is delayed wound healing. Coming to the action of glucocorticoids on the immune system, it has an immunosuppressive effect. It suppresses all types of hypersensitivity reactions, allergic reactions. It inhibits the migration and function of leukocytes and macrophages. നമ്മൾക്കറിയാം ഒരു അലർജിക് റിയാക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷനിലെ മീഡിയേറ്റേഴ്സ് ആണ് ല്യൂക്കോസൈറ്റ്സും മാക്രോഫേജസും ഒക്കെ. ഇതിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും. ഇറ്റ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് കെമിക്കൽ മീഡിയേറ്റേഴ്സ്. അലർജിക് റിയാക്ഷനിലെ കെമിക്കൽ മീഡിയേറ്റേഴ്സിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും. ഇറ്റ് ഡിക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് prostaglandins and leukotrienes, which are again the mediators of allergic reaction. ഈ കാരണങ്ങളാൽ it suppresses cell mediated immunity. It prevents allergy and homograft rejection. So immunosuppressive effectil എന്താ ഉണ്ടാവുക, ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് അലർജിക് റിയാക്ഷൻസ് തടയും. And it also prevents graft rejection. ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ശേഷം ആ ഒരു റിജക്ഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താ, നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ആ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ആ വെച്ച ആ ഒരു ഓർഗനെ റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ടല്ലേ. അപ്പോൾ അതിനെയും തടയാനായിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് പറ്റും. It suppresses all types of hypersensitivity reactions, allergic reactions, cell-mediated immunity, and it prevents homograft rejection. ഇതിനൊക്കെ കാരണം ഇതാണ്. It inhibits the migration and the function of leukocytes and macrophages. It inhibits the release of chemical mediators. It decreases the production of prostaglandins and leukotrienes. So that is about the glucocorticoid action. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എടുത്തവർ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഷോർട്ട് നോട്ടിലും ലോങ് എസ്സേയിലും വെവ്വേറെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ആദ്യത്തെ ആക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ ആക്ഷൻസ് പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ യൂസസും അഡ്വേഴ്സ് ഇഫക്ട്സും പഠിക്കാൻ വളരെ എളുപ്പമാണ്. സോ ആദ്യമേ ഈ ഒരു ആക്ഷൻ ക്ലിയർ ആയിട്ട് പഠിക്കുക, എഴുതിയൊക്കെ ഇട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതനുസരിച്ച് നമ്മൾക്ക് അഡ്വേഴ്സ് ഇഫക്ട്സ് പഠിക്കാൻ വളരെ എളുപ്പമാകും. Now coming to the mineralocorticoid actions. Corticoids have a weak mineralocorticoid action. Corticosteroids, they bind to specific sites in the cytoplasm and activate them, and they regulate the new synthesis of new proteins. സോ ഇതാണ് ബേസിക്കലി മിനറലോകോർട്ടിക്കോയിഡ് ആക്ഷനിൽ ചെയ്യുന്നത്.
ഒന്ന്, ഇത് നമ്മളുടെ സൈറ്റോപ്ലാസത്തിലെ സ്പെസിഫിക് സൈറ്റ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് പുതിയ പ്രോട്ടീൻസിൻ്റെ സിന്തസിസിനെ എൻഹാൻസ് ചെയ്യും. നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ എന്താ പറഞ്ഞ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആണ് എൻഹാൻസ് ചെയ്യുന്നത് അല്ലേ. മിനറലോകോർട്ടിക്കോയിഡ് ആക്ഷൻ വന്നപ്പോൾ ഇവിടെ പ്രോട്ടീൻ്റെ സിന്തസിസിനെ ഇത് റെഗുലേറ്റ് ചെയ്യും. എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുക? They bind to the specific sites in the cytoplasm, activate them, and thereby they regulate the synthesis of new proteins. It promotes sodium and water reabsorption. However, it increases the potassium and H plus ion secretion. If large doses are given, എന്തുണ്ടാവും? സോഡിയം വാട്ടറും റീഅബ്സോർബ് ആകുമ്പോൾ എന്തുണ്ടാവും? ഫ്ലൂയിഡ് റീടെൻഷൻ ഉണ്ടാവും. നമ്മളുടെ ബോഡിയിൽ ഫ്ലൂയിഡ് റീടെൻഷൻ ഉണ്ടാകുമ്പോൾ ബ്ലഡ് വോളിയം കൂടും. അൾട്ടിമേറ്റ്ലി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. സോഡിയം പൊട്ടാഷ്യവും H പ്ലസും വെളിയിലേക്ക് പോകുന്നു പറഞ്ഞു അല്ലേ. അപ്പം എന്തുണ്ടാവും? ഹൈപ്പോകലീമിയ ഉണ്ടാവും, ആൽക്കലോസിസ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ലാർജ് ഡോസസ് ഇറ്റ് മേ റിസൾട്ട് ഇൻ ഫ്ലൂയിഡ് റിടെൻഷൻ, hypertension, hypokalemia and alkalosis. Coming to the pharmacokinetics of corticosteroids, most of the glucocorticoids, they are given as an oral drug. Hydrocortisone is the primarily given drug. However, it has high first pass metabolism. സോ നമ്മളുടെ ഹൈഡ്രോകോർട്ടിസോൺ എന്ന് പറയുന്ന ഡ്രഗിന് ഫേസ്റ്റ് പാസ് മെറ്റബോളിസം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഫേസ്റ്റ് പാസ് മെറ്റബോളിസം കൂടുതലാവുമ്പോൾ എന്ത് പറ്റും? അൾട്ടിമേറ്റ്ലി ബ്ലഡിലെത്തുന്ന എമൗണ്ട്, ഡ്രഗിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് യൂഷ്വലി ഹൈഡ്രോകോർട്ടിസോൺ IV ആയിട്ടാണ് കൊടുക്കുക. 95% ഓഫ് ദ ഡ്രഗ്സ് ആർ പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട്. അതുകൊണ്ട് ഇത് ലോങ്ങർ ആക്ടിങ് ഡ്രഗാണ്. മെറ്റബോളൈസ്ഡ് ബൈ ദ മൈക്രോസൈമൽ എൻസൈംസ് ഇൻ ദ ലിവർ. ഇത് ലിവറിലാണ് മെറ്റബോളൈസ് ആവുന്നത്, എക്സ്ക്രീറ്റ് ആവുന്നത് കിഡ്നീസിൽ കൂടെയാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫാർമക്കോകൈനറ്റിക്സ്. യൂഷ്വലി എല്ലാ മരുന്നുകളും ഓറലി കൊടുക്കാം. ഹൈഡ്രോകോർട്ടിസോണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം കൂടുതലായതുകൊണ്ട് IV ആയിട്ടാണ് കൊടുക്കുക. പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആയതുകൊണ്ട് ഇത് ലോങ്ങർ ആക്ടിങ് ആണ്. ഇത് മെറ്റബോളൈസ് ആവുന്നത് ലിവറിൽ കൂടെയും എക്സ്ക്രീറ്റ് ആവുന്നത് കിഡ്നീസിൽ കൂടെയും ആണ്. The plasma half-life of the drugs may vary according to the preparation. ഓരോ പ്രിപ്പറേഷൻ അനുസരിച്ച് പ്ലാസ്മ ഹാഫ് ലൈഫ് മാറും. ഷോർട്ട് ആക്ടിംഗ് ഡ്രഗ്സ് ഇൻക്ലൂഡ് ഹൈഡ്രോകോർട്ടിസോൺ ആൻഡ് കോർട്ടിസോൺ. Intermediate acting drugs are prednisolone, methyl prednisolone and fludrocortisone. Long acting drugs are paramethasone, dexamethasone and betamethasone. ഇതാണ് ക്ലാസിഫിക്കേഷനിൽ ബേസിക് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഷോർട്ട് ആക്ടിംഗ് ഡ്രഗ്സ് ഹൈഡ്രോകോർട്ടിസോൺ, കോർട്ടിസോൺ. ഇന്റർമീഡിയേറ്റിംഗ് ആക്ടിംഗ് ഡ്രഗ്സ് prednisone, methyl prednisolone and fludrocortisone. Long acting drugs paramethasone, dexamethasone and betamethasone. Coming to the different preparations of glucocorticoids. നമ്മൾ ഓൾറെഡി ഒരു മരുന്നിനെ കുറിച്ച് പറഞ്ഞു. ഏതാ? ഹൈഡ്രോകോർട്ടിസോൺ അല്ലേ. ഹൈഡ്രോകോർട്ടിസോൺ ഇറ്റ് ഇസ് എ ചീഫ് നാച്ചുറൽ ഏജൻറ്റ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓറലി ആസ് വെൽ ആസ് പാരൻട്രലി. ഓറലി ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം കൂടുതലായതുകൊണ്ട് കൂടുതലായിട്ടും പാരൻട്രൽ ഡ്രഗ് ആയിട്ടാണ് കൊടുക്കുക. Yet another preparation is prednisolone. It has potent glucocorticoid action. It can be given as an oral drug, IV drug as well as a topical drug. വേറൊരു പ്രിപ്പറേഷൻ ആണ് prednisone. It is the prodrug of prednisolone. പിന്നെ വേറൊരു പ്രിപ്പറേഷൻ ആണ് methyl prednisolone. It is used as retention enema, oral or IV in high dose pulse therapy. So നമ്മളുടെ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾക്ക് പൾസ് തെറാപ്പി അല്ലെങ്കിൽ കീമോതെറാപ്പി ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ഇൻ്റർമിറ്റൻറ്റ് ഇൻ്റർവെല്ലിൽ കൊടുക്കുന്നതിനെയാണ് ഈ പൾസ് തെറാപ്പി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ പൾസ് തെറാപ്പിയിൽ prednisolone ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതുവരെ പഠിച്ച പ്രിപ്പറേഷൻസ് ഹൈഡ്രോകോർട്ടിസോൺ, prednisone and methyl prednisolone. The other preparations include dexamethasone and betamethasone. Dexamethasone and betamethasone they have no mineralocorticoid action. ഇവർക്ക് ഫുള്ളി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആക്ഷൻ തന്നെയാണ് ഉള്ളത്. They can be used as IV or oral drug. Other than this, topical creams,
ointments, nasal and eye drops are available. Topical agents usually